ആകാശവാണി വാർത്താവീക്ഷണം. ലോക മുലയൂട്ടൽ വാരാചരണം തയ്യാറാക്കിയത് ശ്രീലത VS, മാധ്യമപ്രവർത്തക. അവതരണം ആമിന നജുമ. അമ്മയുടെ ഗർഭകാലത്തെ ചിന്തകളും അനുഭവങ്ങളും പോലും ഗർഭസ്ഥ ശിശുക്കളെ ബാധിക്കാറുണ്ട്. എന്നാൽ അമ്മ നൽകുന്ന മുലപ്പാലിലൂടെ ഒരു ജന്മം മുഴുവൻ അടർത്തി മാറ്റാൻ പറ്റാത്ത ആത്മബന്ധം കുഞ്ഞിനും അമ്മയ്ക്കുമിടയിൽ ഉണ്ടാകുന്നു. മാതാവിൻ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്ന് കവി പറഞ്ഞതിൽ അമ്മയുടെ വാത്സല്യമാകുന്ന പാൽ എന്നും അമ്മ നൽകുന്ന മുലപ്പാലിലൂടെ ഓരോ കുഞ്ഞും നുകരുന്ന ഗുണങ്ങളെന്നും അർത്ഥം കൽപ്പിക്കാം. മുലപ്പാൽ കുഞ്ഞിന്റെ ആദ്യ അവകാശവും ഏറ്റവും മികച്ച ഭക്ഷണവുമാണ്. ഒരു കുഞ്ഞിന് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഔഷധമാണ്. അമൃതാണ് മുലപ്പാൽ. കുഞ്ഞിന് പാൽ നൽകുന്നതിലൂടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം ശക്തമാകുന്നതിനൊപ്പം ഇരുവർക്കും നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉണ്ടാകുന്നു. നവജാത ശിശുവിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും പ്രതിരോധത്തിനും മുലപ്പാൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിലുപരി മുലപ്പാൽ ഒരു സമ്പൂർണ്ണ ആഹാരവുമാണ്. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്നു. മുലപ്പാലിലെ ആന്റിബോഡികൾ കുഞ്ഞിനെ അണുബാധകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. പശുവിൻ പാലിനെ അപേക്ഷിച്ച് മുലപ്പാൽ എളുപ്പത്തിൽ ദഹിക്കുന്നു. മുലപ്പാൽ കുടിക്കുന്ന കുട്ടികളിൽ മികച്ച ബുദ്ധിശക്തിയും തലച്ചോറിന്റെ വികാസവും കാണപ്പെടുന്നു. കുട്ടി പ്രായപൂർത്തിയാകുമ്പോൾ അമിതവണ്ണം, ടൈപ്പ് 2 പ്രമേഹം, അലർജി എന്നിവ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. മുലപ്പാലൂട്ടുന്നതുകൊണ്ട് അമ്മയ്ക്കും നിരവധി ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രസവശേഷമുള്ള രക്തസ്രാവം കുറയ്ക്കാനും പ്രസവാനന്തരം ഗർഭപാത്രം വേഗത്തിൽ പഴയ നിലയിലേക്കാകാനും അമിത രക്തസ്രാവം തടയാനും സഹായിക്കുന്നു. ഗർഭകാലത്ത് കൂടിയ ശരീരഭാരം എളുപ്പത്തിൽ കുറയ്ക്കാനും സഹായകമാകുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കുന്നു. കൃത്രിമ പാലുകൾ വാങ്ങുന്നതിനുള്ള ഭീമമായ ചിലവ് ഒഴിവാക്കാമെന്നതും മുലപ്പാൽ എപ്പോഴും കൃത്യമായ താപനിലയിൽ യാതൊരു കേടുപാടുകളും കൂടാതെ ഉടനടി നൽകാൻ സാധിക്കുന്നു എന്നുള്ളതും കുഞ്ഞിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. അമ്മയുടെ പാലിലുള്ള ആന്റിബോഡികൾ കുഞ്ഞിനെ വയറിളക്കം, ന്യൂമോണിയ, ചെവിയിലെ അണുബാധ തുടങ്ങിയ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അമ്മയ്ക്ക് സ്തനാർബുദത്തിന്റെയും അണ്ഡാശയാർബുദത്തിന്റെയും സാധ്യത കുറയ്ക്കാൻ മുലയൂട്ടൽ സഹായിക്കുന്നു. ടൈപ്പ് 2 പ്രമേഹത്തിന്റെയും ചില ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യതയും അമ്മയിൽ കുറയാൻ സഹായകമായേക്കാമെന്ന് പഠനങ്ങൾ പറയുന്നു. എന്നാൽ മുലയൂട്ടിയില്ലെന്ന കാരണത്താൽ മാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ നിർബന്ധമായും ഉണ്ടാകുമെന്ന് പറയാനാവില്ല. മുലപ്പാൽ ലഭിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ചില അണുബാധകൾ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കാം. മുലപ്പാലിലൂടെ ലഭിക്കുന്ന സ്വാഭാവിക പ്രതിരോധശേഷി അവർക്ക് ലഭിക്കാത്തതാണ് അതിനു കാരണം. പിന്നീടുള്ള ജീവിതത്തിൽ അമിതവണ്ണം, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുടെ സാധ്യത അല്പം കൂടുതലായിരിക്കാമെന്ന് ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതേസമയം ആവശ്യമായ സാഹചര്യങ്ങളിൽ ശരിയായ രീതിയിൽ തയ്യാറാക്കുന്ന ശിശു ഫോർമുല പാലും കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് നല്ലൊരു ഘടകമാകും. അത്തരം കുഞ്ഞുങ്ങളും നല്ല പോഷണവും കൃത്യമായ ആരോഗ്യ പരിചരണവും ലഭിച്ചാൽ ആരോഗ്യത്തോടെ വളരാറുണ്ട്. എത്രയൊക്കെ പഠനങ്ങൾ വന്നാലും ചില തെറ്റിദ്ധാരണകളും അജ്ഞാനവും ഏതു വിഷയത്തിലും ഉണ്ടാകാനിടയുണ്ടല്ലോ. അതിലൊന്ന് മുലയൂട്ടൽ സ്ത്രീ സൗന്ദര്യത്തെ പ്രതികൂലമായി ബാധിക്കും എന്നതായിരുന്നു. എന്നാൽ ഈയിടെയായി ആ അഭിപ്രായത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അമ്മമാർ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം ജോലി തിരക്കും മതിയായ അവധി ലഭിക്കാത്തതുമൊക്കെയാണ്. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിനും അവബോധം വളർത്തുന്നതിനും കൂടിയാണ് മുലയൂട്ടൽ വാരാചരണം ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ ശുപാർശ പ്രകാരം ജനനം മുതൽ ആദ്യ 6 മാസം വരെ അമ്മയുടെ പാൽ മാത്രം കുഞ്ഞിന് നൽകുന്നതാണ് അഭികാമ്യം. തുടർന്ന് അനുബന്ധ ഭക്ഷണം ആരംഭിച്ചാലും 2 വയസ്സുവരെയോ അതിൽ കൂടുതലോ മുലയൂട്ടൽ തുടരുന്നത് നല്ലതാണ്. ചുരുക്കി പറഞ്ഞാൽ മുലയൂട്ടൽ കുഞ്ഞിനും അമ്മയ്ക്കും നിരവധി ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഏറ്റവും നല്ല പ്രകൃതിദത്ത മാർഗമാണ്. എന്നാൽ ഏതെങ്കിലും കാരണത്താൽ മുലയൂട്ടാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ അതുകൊണ്ട് മാത്രം കുട്ടിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പായും കരുതേണ്ടതില്ല. ശരിയായ പോഷകാഹാരവും വൈദ്യപരിചരണവും ലഭിച്ചാൽ കുഞ്ഞിന് ആരോഗ്യകരമായി വളരാൻ കഴിയും. ഓരോ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോകമെമ്പാടും ലോക മുലയൂട്ടൽ വാരാചരണം ആചരിക്കുന്നു. അമ്മയുടെ മുലപ്പാലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുക, മുലയൂട്ടലിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് ഈ ആചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ലോകാരോഗ്യ സംഘടന, യുണിസെഫ്, വേൾഡ് അലയൻസ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് ആക്ഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് ഈ വാരാചരണം സംഘടിപ്പിക്കുന്നത്. ജനിച്ച് ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ മുലയൂട്ടൽ ആരംഭിക്കുന്നത് കുഞ്ഞിന് ഏറ്റവും നല്ല തുടക്കമാണ്. ആദ്യമായി ലഭിക്കുന്ന കട്ടിയുള്ള മഞ്ഞ നിറത്തിലുള്ള പാൽ കൊളോസ്ട്രം പ്രകൃതിദത്ത പ്രതിരോധ മരുന്നായി പ്രവർത്തിക്കുന്നു. കുഞ്ഞിനെ നിരവധി അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. ഭർത്താവ്, വീട്ടിലെ മുതിർന്ന അംഗങ്ങൾ, മറ്റു കുടുംബാംഗങ്ങൾ, ആരോഗ്യ പ്രവർത്തകർ, തൊഴിലിടങ്ങളിലെ അംഗങ്ങൾ എന്നിവരുടെയൊക്കെ സഹകരണം ഓരോ അമ്മയ്ക്കും മുലയൂട്ടലിന് ആത്മവിശ്വാസം നൽകുന്നു.
മുലയൂട്ടലിന്റെ ഗുണങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക, എല്ലാ അമ്മമാർക്കും ആവശ്യമായ പിന്തുണ ഉറപ്പാക്കുക, ആരോഗ്യകരമായ സമൂഹ നിർമ്മാണത്തിന് മുലയൂട്ടലിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുക, ശിശുക്കളുടെ ആരോഗ്യവും പോഷക സുരക്ഷയും മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ ലക്ഷ്യങ്ങൾ. അമ്മയുടെ മുലപ്പാൽ കുഞ്ഞിന് ഏറ്റവും മികച്ച ആഹാരമാണെന്ന സന്ദേശം സമൂഹത്തിലാകെ എത്തിക്കുകയും മുലയൂട്ടലിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആചരണത്തിന്റെ ലക്ഷ്യമെന്നിരിക്കെ 2026 ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ പ്രമേയം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. പ്രയോറിറ്റൈസ് ബ്രസ്റ്റ് ഫീഡിംഗ്, ക്രിയേറ്റ് സസ്റ്റൈനബിൾ സപ്പോർട്ട് സിസ്റ്റംസ്. അതായത് മുലയൂട്ടലിന് മുൻഗണന നൽകാം, സുസ്ഥിര പിന്തുണാ സംവിധാനങ്ങൾ സൃഷ്ടിക്കാം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഈ സന്ദേശം അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും തൊഴിലിടങ്ങളുടെയും ആരോഗ്യരംഗത്തിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു അമ്മയ്ക്ക് മുലയൂട്ടാൻ കഴിയണമെങ്കിൽ അവൾക്ക് പിന്തുണ ആവശ്യമാണ്. കുടുംബം, തൊഴിലിടം, ആശുപത്രി, ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും ഈ ഉത്തരവാദിത്തത്തിൽ പങ്കാളികളാണ്. അമ്മയ്ക്ക് വിശ്രമം നൽകുക, പോഷകാഹാരം ഉറപ്പാക്കുക, മാനസിക പിന്തുണ നൽകുക, മുലയൂട്ടുന്നതിനുള്ള സ്വകാര്യത ഉറപ്പാക്കുക എന്നിവ കുടുംബം ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളാണ്. ഇക്കാലത്തെ അമ്മമാർ പുറത്തുപോയി ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് മതിയായ പ്രസവാവധി, മുലയൂട്ടാൻ അനുയോജ്യമായ സ്വകാര്യ ഇടം, ആവശ്യമായ ഇടവേളകൾ, കുഞ്ഞിനെ പരിചരിക്കാൻ സൗഹൃദപരമായ നയങ്ങൾ എന്നിവ ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് 2026 പ്രമേയം ഊന്നിപ്പറയുന്ന പ്രധാന സന്ദേശങ്ങൾ. ഗർഭകാലം മുതൽ തന്നെ മുലയൂട്ടലിനെ കുറിച്ചുള്ള ശരിയായ ബോധവൽക്കരണം നൽകേണ്ടത് ആരോഗ്യ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണ്. പ്രസവശേഷം ആദ്യ മണിക്കൂറിൽ മുലയൂട്ടാൻ സഹായിക്കുക, തെറ്റായ ധാരണകൾ തിരുത്തുക, അമ്മയ്ക്ക് ആത്മവിശ്വാസം നൽകുക എന്നിവയും ആരോഗ്യ പ്രവർത്തകരുടെ സഹകരണത്താൽ ഉണ്ടാകേണ്ടതാണ്. മുലയൂട്ടലിനെ കുറിച്ച് ഇന്നും ചില തെറ്റായ വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. അതിൽ പ്രധാനമായത് ആദ്യപാൽ കളയണം എന്നതാണ്. ആദ്യപാൽ കുഞ്ഞിന് അത്യന്താപേക്ഷിതമാണ്. പിന്നെ സ്ഥിരമായി കേൾക്കുന്ന ഒരു പരാതി അമ്മയ്ക്ക് മുലപ്പാൽ കുറവാണ് എന്നതാണ്. മിക്ക അമ്മമാർക്കും ആവശ്യത്തിന് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കുഞ്ഞിനെ ഇടയ്ക്കിടെ മുലയൂട്ടുന്നതാണ് പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം. ആദ്യ 6 മാസം മുലപ്പാൽ മാത്രം മതിയെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശമെങ്കിലും വേനൽക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ ശുദ്ധമായ തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കണം. ഇനി 2026 പ്രമേയത്തിൽ പറയുന്ന സുസ്ഥിര പിന്തുണാ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് കുടുംബത്തിന്റെ പിന്തുണ, സമൂഹത്തിന്റെ കരുതൽ, ആരോഗ്യ സേവനങ്ങളുടെ തുടർച്ച, തൊഴിലിടങ്ങളിലെ സൗകര്യങ്ങൾ, സർക്കാർ നയങ്ങൾ, മുലയൂട്ടലിനെ പ്രോത്സാഹിപ്പിക്കുന്ന പൊതുബോധം ഇവയെല്ലാം ചേർന്ന ഒരു സുരക്ഷാ വലയമാണ്. കേരളം മാതൃശിശു ആരോഗ്യരംഗത്ത് രാജ്യത്തിന് മാതൃകയാണ്. ആരോഗ്യവകുപ്പ്, ആശാ വർക്കർമാർ, അംഗൻവാടി പ്രവർത്തകർ, നഴ്സുമാർ, ഡോക്ടർമാർ എന്നിവരുടെ കൂട്ടായ പ്രവർത്തനങ്ങൾ മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിർണായകമാണ്. എന്നിരുന്നാലും എല്ലാ അമ്മമാർക്കും ഒരുപോലെ പിന്തുണ ലഭിക്കുന്ന സാഹചര്യം ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഓരോ കുടുംബത്തിനും ചെയ്യാനാകുന്ന ചില കാര്യങ്ങൾ എന്തെന്നാൽ മുലയൂട്ടുന്ന അമ്മയെ പ്രോത്സാഹിപ്പിക്കുക, അനാവശ്യ വിമർശനങ്ങൾ ഒഴിവാക്കുക, വിശ്രമത്തിനും പോഷകാഹാരത്തിനും സഹായിക്കുക, കുഞ്ഞിന് 6 മാസം മുലപ്പാൽ മാത്രം നൽകാൻ പിന്തുണ നൽകുക, ആവശ്യമായാൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശം തേടുക എന്നീ കാര്യങ്ങളാണ്. ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തിന്റെ അടിസ്ഥാനം നവജാത ശിശുക്കളുടെ ആരോഗ്യമാണ്. ആ ആരോഗ്യത്തിന്റെ ഉറവിടം അമ്മയുടെ മുലപ്പാലും. അതുകൊണ്ട് 2026 ലോക മുലയൂട്ടൽ വാരാചരണത്തിന്റെ സന്ദേശം നമുക്കെല്ലാവർക്കും ഏറ്റെടുക്കാം. മുലയൂട്ടലിന് മുൻഗണന നൽകാം, സുസ്ഥിര പിന്തുണാ സംവിധാനങ്ങൾ സൃഷ്ടിക്കാം, ഓരോ അമ്മയ്ക്കും ആത്മവിശ്വാസം നൽകാം, ഓരോ കുഞ്ഞിനും ആരോഗ്യകരമായ തുടക്കം ഉറപ്പാക്കാം. ഈ വാരാചരണത്തിന്റെ ഭാഗമായി ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകൾ, സെമിനാറുകൾ, കൌൺസിലിംഗ്, പോസ്റ്റർ പ്രദർശനങ്ങൾ, മത്സരങ്ങൾ, റാലികൾ, സാമൂഹിക മാധ്യമ പ്രചാരണങ്ങൾ എന്നിവ സംഘടിപ്പിച്ചിരുന്നു. മുലപ്പാൽ കുഞ്ഞിന്റെ ആദ്യ വാക്സിനും ഏറ്റവും സുരക്ഷിതവും സമ്പൂർണവുമായ ആഹാരവുമാണ്. ഓരോ കുഞ്ഞിനും മുലപ്പാലിന്റെ അവകാശം ഉറപ്പാക്കുകയും ഓരോ അമ്മയ്ക്കും മുലയൂട്ടാൻ ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്യേണ്ടത് നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ലോക മുലയൂട്ടൽ വാരാചരണം ഒരു ആഘോഷം മാത്രമല്ല, ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള കൂട്ടായ പ്രതിജ്ഞ കൂടിയാണ്. മുലയൂട്ടലിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഓരോ കുഞ്ഞും ആരോഗ്യത്തോടെ വളരുന്നതിനും നമുക്കും വേണ്ട പിന്തുണ നൽകാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ലോക മുലയൂട്ടൽ വാരാചരണം.